അപ്പോൾ മാർച്ച് 3-ാം തീയതി 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലച്ചു 10ാം ക്ലാസ്സിലാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മളെല്ലാ കുട്ടികളും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. സാധാരണ നമ്മൾ പഠനങ്ങളൊക്കെ മുന്നേ എല്ലാം പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് ഒരു ദിവസം മുന്നേ നിങ്ങളെല്ലാം പഠിച്ച് റിലാക്സ് ആവുക. നമ്മൾ ഹറിബറി ആയിട്ട് തലേ ദിവസം ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു പോയതിന് ശേഷം നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ വേറെ കുട്ടികൾ അയ്യോ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, മറ്റേ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യവും നമ്മളതിൽ പഠിക്കാത്തത് ഉണ്ടാവുക. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാവും. അപ്പോൾ പഠിച്ച് ഫുള്ള് നമുക്ക് എത്രമാത്രം പഠിക്കാൻ സാധിച്ചോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫുള്ള് റിലാക്സ് ആയതിനു ശേഷം പരീക്ഷ എഴുതാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ പരീക്ഷാ ടൈമിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നേരത്തെയൊക്കെ എഴുന്നേറ്റ് നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷായി അവർ റിലാക്സ് ആയിട്ട് വെജ് സാധനങ്ങളാണ് അധികം ഉപയോഗിക്കേണ്ടത്. അവർ പഠിച്ച് അതുപോലെ തന്നെ നന്നായി ഉറങ്ങുക. ഉച്ചയുള്ള സമയങ്ങളിലൊക്കെ പഠിക്കാതെ നല്ല ക്ഷീണമൊക്കെ മാറ്റി ബാക്കിയുള്ള സമയങ്ങളിലാണ് പഠിക്കേണ്ടത്. ഉച്ച സമയത്ത് പഠനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരീക്ഷാ ഹോളിലൊക്കെ എത്തുമ്പോൾ ആദ്യം പേടിയൊന്നും വിചാരിക്കേണ്ട, ഒരു പേടി വിചാരിക്കേണ്ട. നമുക്ക് സുഖമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ഇങ്ങനെ ആദ്യം ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും തലേ ദിവസം എല്ലാ സാധനങ്ങളും പേന, പെൻസില്, ഹോൾ ടിക്കറ്റ് ഒക്കെ അതിനുവേണ്ടി നമ്മളൊരു ഫയൽ തന്നെ ഉണ്ടാക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് പരീക്ഷാ ഹോളിൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടാവും. അതിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ട. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണത് എത്രയും പെട്ടെന്ന് എഴുതി സമയം വേസ്റ്റ് ആയിട്ട് പോകരുതെന്ന്. അല്ലെങ്കിൽ അത് എഴുതാനായിട്ട് അല്ല ടീച്ചറെ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതെനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വരാനായിട്ട് പാടില്ല. പറ്റാവുന്ന ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ അതേ നമ്പർ ഇട്ടിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ നമ്മൾ എഴുതുന്നത് ആ നമ്പർ, ഇപ്പൊ 5ാമത്തെ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 5 നമ്പർ ഇട്ടിട്ട് എഴുതുക. അല്ലാണ്ട് 1 ഇട്ടിട്ട് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതരുത്. അങ്ങനെ എഴുതുക. അപ്പൊ ബാക്കി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാനുള്ള സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കിട്ടാത്ത ചോദ്യം 1ാമത്തെ ചോദ്യവും ചിലപ്പോൾ കിട്ടാത്തുണ്ടാവുക. ആ 1ാമത്തെ ചോദ്യത്തിന് വേണ്ടി അയ്യോ ആ 1ാമത്തെ ചോദ്യം നമ്മൾ മറന്നുപോലോ എന്ന് ആലോചിച്ച് സമയം കളയരുത്. അപ്പൊ നമ്മുടെ സമയം പോയി എഴുതാൻ പറ്റില്ല. പ്രത്യേകിച്ച് മലയാളം എന്നുള്ള സബ്ജക്റ്റ് ഒക്കെ ഒരുപാട് നമുക്ക് എഴുതാനുള്ളതാണ്, മലയാളം സോഷ്യലൊക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ സമയം പെട്ടെന്ന് കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ എഴുതി നമ്മൾ ബാക്കിയുള്ളത് കിട്ടാത്തതാണ് കുറച്ച് ടെൻഷൻ ഇല്ലാണ്ട് അത് ആലോചിച്ച് എഴുതാനുള്ള ഒരു സമയം ലാസ്റ്റിലേക്ക് കണ്ടുപിടിക്കുക. പരീക്ഷ നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ 2-3 വട്ടം വായിക്കുക. ചിലപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം, പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാം. അപ്പൊ ആലോചിച്ച് ഏത് പാഠത്തിലാന്ന് ആലോചിക്കുക. ഉള്ള സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കി ഇരിക്കുക. അല്ലെങ്കിൽ പിള്ളേർ ചിലപ്പോൾ പുറകിൽ നിന്ന് അതിന്റെ ഉത്തരം അറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ കൈമാറാണ്ടിരിക്കുക. പരീക്ഷാ ഹാളിൽ പരീക്ഷാ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കാരണം മറ്റുള്ള ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് ആവില്ല അല്ലെ, വേറെ സ്കൂളിലെ ടീച്ചേഴ്സ് ആവും. അപ്പോൾ ആ കോപ്പി പിടിച്ചിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ചീത്ത പറയാൻ എന്താ കുട്ടി ചെയ്യണം അങ്ങനെയൊന്നും ചോദിക്കാനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉള്ള സമയങ്ങളിൽ നന്നായി പഠിച്ച് ഉറക്കമൊക്കെ നന്നായിട്ടാക്കി നന്നായി നല്ലോണം വെള്ളം കുടിച്ച് തലയൊക്കെ നിറയെ എണ്ണ തേച്ച് കുടിച്ച് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ വെയിൽ ആറിയിട്ടുള്ള സമയങ്ങളിൽ പഠിച്ച് അതൊക്കെ നന്നായി ഓർത്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതാം. അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. എല്ലാ കുട്ടികളോടും കൂടിയിട്ട് പറയുന്നതാണ്. 10ാം ക്ലാസ്സിൽ എഴുതുന്ന എല്ലാ കുട്ടികളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ റിലാക്സ് ആയിട്ട് പരീക്ഷ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ വായിച്ച് നോക്കി 2-3 വട്ടമൊക്കെ വായിക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം എഴുതുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് ആലോചിക്കാൻ വേണ്ടി പിന്നീട് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് സമയം എഴുതാനായിട്ടുള്ള സമയം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കാരണം നമ്മൾ അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. ചില കുട്ടികളുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാത്ത ക്വസ്റ്റ്യനോ 1ാമത്തെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2ാമത്തെ ക്വസ്റ്റ്യനോ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ ആ ചോദ്യം മാത്രം അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അറിയാവുന്ന ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഉള്ള സമയങ്ങളിൽ നമ്മൾ പഠിച്ച് ഒരു ദിവസം മുന്നേ നമ്മുടെ പഠനങ്ങളൊക്കെ നിർത്തി നമ്മൾ റിലാക്സ് ആയിട്ട് പേടിയൊന്നും ഇല്ലാതെ എല്ലാ കുട്ടികളും SSLC പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.